ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ സംശയിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 327 പേരുടെ വിസ റദ്ദാക്കൽ നോട്ടീസുകൾ പഠന വിധേയമാകുമ്പോൾ അതിൽ 50% എന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന കണക്കല്ലേ? ആശങ്കപ്പെടുത്തുന്ന കണക്കാണ് എന്നാണ് തീർച്ചയായും പ്രഥമ ദൃഷ്ടിയ തോന്നുന്നത്. കാരണം മൊത്തം വിസ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികളുടെ 50% ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ അതിൽ കേവലം 14% മാത്രമാണ് ചൈനീസ് വിദ്യാർത്ഥികൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതൊരു വസ്തുതയാണ്. അപ്പം ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ യഥാർത്ഥ ശതമാനത്തിന് തത്തുല്യമായ ശതമാനമല്ല ഇപ്പോൾ പുറത്താക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ. പക്ഷേ ഇവിടെ കാതലായ വിഷയം എന്ന് പറയുന്നത് ഇത് ചെറിയ കുറ്റകൃത്യങ്ങൾക്കാണ്. അതായത് ഷോപ്പുകളിലെ ഷോപ്പ് ലിഫ്റ്റിംഗ്, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള ഷോപ്പ് ലിഫ്റ്റിംഗ് കേസുകളാകാം, അതുപോലെ ട്രാഫിക് വയലേഷൻ ആകാം, സ്പീഡിംഗ് ലിമിറ്റ് അതിലംഘിക്കുന്നത് കൊണ്ടാകാം, റോങ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് കൊണ്ടാകാം. അങ്ങനെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ ഉടനെ തന്നെ വിസ ക്യാൻസൽ ചെയ്യുന്നു. അതിൻ്റെ സിംഹഭാഗവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. 327 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇംപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുറത്തു പോകേണ്ടി വരുന്നത്. നോക്കൂ, ഇന്ത്യൻ ഡയസ്പോറയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വലിയൊരു ഇന്ത്യയുടെ ലാർജസ്റ്റ് ഡയസ്പോറ ഇന്ത്യൻ വംശജർ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം താമസിക്കുന്ന ഇടം അമേരിക്കയാണ്. 1/2 കോടിയിൽ പരം ആളുകളാണ്, 51 ലക്ഷത്തിൽ പരം ഇന്ത്യക്കാരാണ്. അമേരിക്കയിലുള്ള ആകമാന വിദ്യാർത്ഥികൾ ഏതാണ്ട് ഓവർസീസ് വിദ്യാർത്ഥികൾ നിലവിലുള്ളത് ഏതാണ്ട് 11.27 ലക്ഷം. അപ്പോൾ 1 മില്യണിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. അതിൽ ഏതാണ്ട് 3,20,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, ഒരു 1% മാത്രമാണ് ഇപ്പോൾ പുറത്താക്കപ്പെടുന്നതെന്ന് വേണമെങ്കിൽ ശതമാനക്കണക്കിൽ ആശ്വസിക്കാം. പക്ഷേ ഇതൊരു ട്രെൻഡാണ് എന്ന് പറയുന്ന ഒരു ലോയേഴ്സ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി നടന്നു. വലിയ തോതിൽ വിദ്യാർത്ഥികൾ അത് ഈ ട്രെയിനിങ്ങിനൊക്കെ ഈ പഠിത്തം കഴിഞ്ഞതിന് ശേഷം OPT, അത് ഓവർസീസ് പ്രാക്ടിക്കൽ ട്രെയിനിങ്, ആ സ്കീം അനുസരിച്ച് അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. പഠനത്തിന് ശേഷം ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ജോലി പരിചയവും ചെറിയ ജോലിയും ഒക്കെയായി നിന്ന് അവസാനം ഗ്രീൻ കാർഡും പിന്നീട് സിറ്റിസൺഷിപ്പും എല്ലാം ലഭിക്കുന്ന രീതിയിലാണ് അമേരിക്കയിൽ എത്തിപ്പെട്ട മിക്ക വിദ്യാർത്ഥികളും. അങ്ങനെ തന്നെയാണ്. അല്ല എങ്കിൽ പുറത്തുനിന്ന് പഠിച്ച് നഴ്സിംഗോ മറ്റേ കോഴ്സുകൾ കഴിയുന്നതിന് ശേഷം അമേരിക്കയിൽ എത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ പഠനം യഥാർത്ഥത്തിൽ അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള ചവിട്ടുപടിയായി പലരും കാണുന്നു. പക്ഷേ അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഡിസ്പെൻസേഷൻ, ആ ഒരു നയം, ആ ഒരു മുൻകാല നയം കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ രീതികൾ കർശനമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രം ഇവിടെ തുടർന്നാൽ മതി എന്ന സൂചനയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിദ്യാർത്ഥികളെ ഒറ്റയടിക്ക് പുറത്താക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി സ്നോബോൾ ചെയ്തു വരുന്നത് കൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതേക്കുറിച്ച് വലിയ തോതിൽ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ശ്രദ്ധ പതിയേണ്ട വിഷയമാണ്. തെരഞ്ഞുപിടിച്ച് ഇന്ത്യക്കാരോട് വിവേചനം കാട്ടുന്നു എങ്കിൽ അത് തീർച്ചയായും ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്.